ഇന്നലെ അനുമോളുടെ ഇമോഷണൽ ബ്രേക്ക് ഡൗണിന് ശേഷം അനുമോൾ പറഞ്ഞ 1-2 കാര്യങ്ങളിലെ അപാകത അനുമോൾക്ക് ദോഷമായിട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. അനുമോൾ പറഞ്ഞത്, ഞാൻ ചെയ്യാത്ത തെറ്റിന് കുറ്റം പറഞ്ഞാൽ അവളെ ഞാൻ കൊല്ലാൻ പോലും മടിക്കില്ല എന്നും എനിക്കെന്തെങ്കിലും നെഗറ്റീവ് ആയാൽ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല എന്നുമാണ്. ഇത് മെയിൻ എപ്പിസോഡിലാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഒരു ആത്മഹത്യാ ഭീഷണി ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. 2, ഇത് പറയുമ്പോൾ കേട്ട് നിന്നവരുടെ കൂട്ടത്തിൽ പിന്നീടൊരു സാഹചര്യം വരുമ്പോൾ അനുമോൾക്കെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ മടിക്കാത്ത ആൾക്കാരും ഉണ്ട്. പിന്നെ അനുമോൾ ഈ ബിഗ് ബോസിനെ പറ്റി ഒന്നും മനസ്സിലാക്കാതെയാണോ ഇതിലോട്ട് വന്നത്? ബിഗ് ബോസിൽ വരുമ്പോൾ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യുകയും പ്രൊവോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമെന്നുള്ളത് അനുമോൾക്ക് അറിയത്തില്ലായിരുന്നോ? അവിടെ നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അനുമോൾക്ക് സങ്കടം വന്ന് അനുമോൾ കരയുന്നത് പോലെയല്ല ഈ നെഗറ്റീവ് ആയാൽ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. മത്സരം കടക്കും തോറും ഇതിലപ്പുറം ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അങ്ങനൊരു ഷോയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ വ്യക്തിഹത്യ നടത്തരുത് എന്നുള്ളത് ഈ ഷോയിൻ്റെ റൂളിലുള്ളതാണെങ്കിലും അവിടെ ആരാണ് അതൊക്കെ അനുസരിച്ചിട്ട് നിൽക്കുന്നത്? എല്ലാവരും വ്യക്തിപരമായിട്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ കണ്ട് ഗെയിം കളിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഒട്ടുമിക്ക എല്ലാ കണ്ടസ്റ്റൻസും ഈ സീസണിലും ഇതിന് മുമ്പത്തെ സീസണിലും ഒക്കെ വന്നിട്ടുള്ളവർ വ്യക്തിഹത്യ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഓരോരുത്തരും അവരുടെ നിലവാരത്തിനനുസരിച്ചിട്ടാവും ഗെയിം കളിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് അത് വിലയിരുത്തി അവരെ നിർത്തണോ വേണ്ടയോ എന്നുള്ളത് ഒരു പരിധി വരെ തീരുമാനിക്കുന്നത്. ഈ ഷോയിൽ പങ്കെടുക്കാൻ അനുമോൾ തീരുമാനിക്കുന്ന സമയത്ത് ഇതിൽ വരുമ്പോൾ നെഗറ്റീവും ഉണ്ടാവാം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയിരിക്കണമായിരുന്നു. അനുമോൾ ഇമോഷണൽ ആയതുകൊണ്ട് വീക്കായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് അല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ് എന്നുള്ള അർത്ഥമില്ല. അനുമോളൊരു നല്ല മത്സരാർത്ഥിയാണ്. കുറച്ച് ഇമോഷണൽ മെച്യൂരിറ്റിയോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇതേപോലെ ഗെയിം കളിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അനുമോൾക്ക് അവസാനം വരെ നിൽക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടും താനും. പക്ഷേ എല്ലാ കാര്യത്തിനും കരയാൻ നിന്ന് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് ബോറടിക്കും. ഇപ്പോൾ എല്ലാ കാര്യത്തിലും ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും പ്രേക്ഷകർക്ക് ബോറടിക്കുന്നത് പോലെ തന്നെ എപ്പോഴും എന്ത് പറഞ്ഞാലും കരയുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും അനുമോൾക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കുക, വരുന്ന ഇമോഷൻസ് നമ്മളെ ഭരിച്ച് നമ്മളെ തോൽപ്പിക്കാതെ അവിടെ കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളിൽ നിന്നിട്ടും ഒരു പാഠം ഉൾക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനുമോൾ അവസാനം വരെ ഉണ്ടാവും എന്നുള്ളതാണ്.